മാസങ്ങളോളം ട്രൈ ചെയ്തിട്ടും നിങ്ങൾ കൺസീവ് ആവുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒന്നാമതായി, ഓവുലേഷൻ ടൈം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫെർട്ടൈൽ വിൻഡോയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായി, ആവർത്തിച്ച് കൂടുതൽ തവണ ബന്ധപ്പെടുന്നത് സ്പേമിന്റെ ക്വാളിറ്റിയെ ബാധിക്കും. അതുപോലെ തന്നെ അപൂർവമായി ബന്ധപ്പെടുന്നത് നിങ്ങൾ ഫെർട്ടൈൽ വിൻഡോ മിസ്സാക്കാനും കാരണമാകും. അതുകൊണ്ട് രണ്ടും തമ്മിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. മൂന്നാമതായിട്ട്, അമിതമായിട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കൺസീവ് ആവണം എന്നൊരു ചിന്തയോട് കൂടി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിൽ ആവശ്യമില്ലാത്തൊരു ടെൻഷന് കാരണമാകും. ഇങ്ങനെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെല്ലാം നിങ്ങളുടെ ബോഡിയിൽ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ താളം തെറ്റിക്കും. ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. നാലാമതായി, നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, അതായത് അമിതമായിട്ടുണ്ടാകുന്ന മദ്യപാനം, പുകവലി, അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ കൂടുതൽ നേരം ഉറക്കമുളക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കും. അവസാനമായിട്ട്, നിങ്ങൾക്ക് PCOS അതല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.